Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. അപ്പൊ എങ്ങനെയാ ഓണൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഓണൊക്കെ നന്നായിട്ട് തന്നെ ആഘോഷിച്ചോ? ആഘോഷിച്ചു മാം. ആഘോഷിച്ചു. നല്ല ഹാപ്പി ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ മറന്നുപോയോ നിങ്ങള്? ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ നിങ്ങള് മറന്നുപോയോ? നമ്മൾ എവിടെയും വരെ എത്തിയേക്കണേന്ന് അറിയാമോ? എവിടെ വരെയാണ്? Operating theatre. ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ ഓക്കെ. അപ്പൊ നമ്മളുടെ എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് വരെ നമ്മൾ എത്തി. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ വരെയാണ് നമ്മൾ എടുത്തത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് അതിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരാനായിട്ട് എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത് അതൊക്കെ മറന്നുപോയോന്ന് അറിയണ്ടേ. അപ്പൊ എന്താ പറയാ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിലും അതേപോലെ തന്നെ കുറെ ഓപ്പറേഷൻ തിയേറ്ററില് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാര് അല്ലെങ്കിൽ പേഷ്യന്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മുൻകരുതലായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അങ്ങനെ കുറച്ച് മാറ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കേണ്ട എക്യുപ്മെന്റ്സ് എന്തായിരിക്കണം, ഇനി എമർജൻസി ആയിട്ട് എന്തൊക്കെ പ്രത്യേക ഇതൊക്കെ വേണം, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അതെങ്ങനെയാണെന്നൊക്കെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നിങ്ങളും അത് വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പോ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഓപ്പറേഷൻ തിയേറ്ററിൽ ചില സ്റ്റാഫുകളെല്ലാം അഡീഷണൽ ആയിട്ട് കുറച്ച് സ്റ്റാഫുകളെല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഏതൊക്കെ സ്റ്റാഫാണെന്ന് നിങ്ങളെന്ന് ആരെങ്കിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യൂ, മെസ്സേജ് ആയിട്ട് ചെയ്യൂ. നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാപ്റ്ററിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആണോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കുറച്ച് വർക്കേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ വർക്കേഴ്സ് ആണ് നിങ്ങൾ എല്ലാവരും കൂടി പറയൂ. അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് സ്റ്റാർട്ടിങ് വേണ്ടി കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സർജൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി വേറെ ആരെങ്കിലും? അനസ്തേഷ്യസ്റ്റ് ഉണ്ട്, പിന്നെ നഴ്സ് അസിസ്റ്റന്റ് ഉണ്ട്, പിന്നെ അവിടെ ആ മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേരും കൂടെ വേണ്ടി വരും എന്ന് പറഞ്ഞു. സപ്പോർട്ട് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, കാർഡിയോഗ്രാഫർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓക്കെയാണ്, ആ ഭാഗമൊക്കെ ക്ലിയർ ആണ്, നിങ്ങൾ അതിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്തൊക്കെ ടേബിള്, അതായത് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ടേബിൾ ആയിരിക്കണോ? ക്ലീൻ ആയിരിക്കണം. മിഡിലാണ് ആ ടേബിൾ കിടക്കേണ്ടത്. പിന്നെ ആ ടേബിളിൽ എന്തൊക്കെയോ പ്രത്യേകത വേണം എന്നൊക്കെ പറഞ്ഞു. ആ ടേബിളിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ടോ? ഓക്കെ, ഫ്ലെക്സിബിൾ ആണ്, ചിരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും, ഉയർത്താനായിട്ടും എല്ലാത്തിനൊക്കെ സൗകര്യമുള്ള ടേബിൾ ആയിരിക്കും. പിന്നെ കുറച്ച് മെഷീൻസ് ഒക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ വേണമെന്ന് പറഞ്ഞു അല്ലെ. എന്തൊക്കെ മെഷീൻസ് ഒക്കെയാണ് പറഞ്ഞത്? ചില മെഷീൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ. ഓക്കെ, ഡയഗ്രാമിക് മെഷീൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതായത് ബ്ലഡിന്റെ അല്ലെ ഒരു കൺട്രോൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഡയഗ്രാമിക് മെഷീൻ വേണം എന്ന് പറഞ്ഞു. ഓക്കെ, ഹീറ്റ്, ലങ്, ഓക്കെ, വെന്റിലേറ്റർ വേണം. ഓക്കെ, എനിവേ നിങ്ങളപ്പോ എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇതില് കുറച്ച് അത്യാവശ്യം നിങ്ങൾ ക്യാച്ചബിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള എടുക്കാം അല്ലെ. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററും അവസാനം ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബാക്കി പോർഷനിലേക്ക് പോകാറോ? ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അതില് എന്താ പറയണെന്ന് നമുക്ക് നോക്കാം. അതില് എന്താ പറയണെന്ന് നോക്കാം. പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ നമ്മൾ എപ്പോഴും ഒരു നല്ല കെയർഫുൾ ആയിരിക്കണം നമ്മൾ പറഞ്ഞു അല്ലെ. അവിടെ അണുക്കളെ പ്രസരിക്കാനുള്ള സാധ്യതയുണ്ടോ, ഒപ്പം തന്നെ ഷാർപ്പണായിട്ടുള്ള മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അപകട സാധ്യതകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിന് മുൻകൂട്ടി ഒരു പ്രിവെന്റീവ് മെഷർ, മുൻകരുതലായിട്ട് ഒരു കണക്കുകൂട്ടലോട് കൂടിയിട്ടായിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെ ഹസാർഡ്സ്, എന്തൊക്കെ അപകടങ്ങൾ അവിടെ വരാം എന്നുള്ളതാണ് അവിടെ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം, പ്രിവെന്റീവ്സ് എന്ന് പറഞ്ഞാൽ മുൻകരുതലുകൾ. അപ്പൊ അത് തടയാനായിട്ടുള്ള കാര്യങ്ങൾ. പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ ആൻ ആക്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമുക്കറിയാം ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ അവർ സ്പെഷ്യലായിട്ട് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചപ്പലുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അത് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്, അത് തിങ്ങി വീഴാത്ത തരത്തിലുള്ള ഷൂസുകൾ, അതാണ് അവര് ധരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു ഹാൻഡിൽ ഷാർപ്പ് ഓബ്ജക്ട് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. ഹാൻഡിൽ നമ്മള് ഷാർപ്പ്, അതായത് മൂർച്ചയുള്ള വസ്തുക്കൾ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അറ്റ്മോസ്റ്റ് കെയർ, നല്ല കെയർഫുള്ളോട് കൂടിയിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ എന്ത് വേണമെന്ന് പറയുന്നു, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. നമ്മള് അത് ഉപയോഗത്തിന് ശേഷം ചിലപ്പോ ചില ഡിവൈസുകൾ, ചില ഉപകരണങ്ങളെല്ലാം വീണ്ടും റീസൈക്കിളിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും അല്ലെ, വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിവെക്കും. അത് നമ്മൾ എന്താ പറയുക സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കും അത് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെയുള്ള വേസ്റ്റ് ബിന്നിലാണോ, അല്ലെങ്കിൽ ആ ഉപയോഗത്തിന് ശേഷം അത് ഉപയോഗിക്കാൻ തീർത്തും എന്താ പറയാ നശിപ്പിക്കപ്പെടേണ്ട വസ്തുവായിട്ടുള്ള വേസ്റ്റ് ആണോ, അങ്ങനെയെങ്കിൽ അത് നമ്മൾ എന്താ പ്രത്യേകം ലേബിൾ ചെയ്തിട്ടുള്ള ഹസാർഡ് വേസ്റ്റിൽ തന്നെ നിക്ഷേപിക്കണം. അതായത് പിന്നെ അത് അപകടകരമാണ്, ആ വേസ്റ്റ് നമ്മൾ പിന്നെ വീണ്ടും യൂസ് ചെയ്യില്ല, അത് എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. അപ്പൊ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ, അത് ഏത് ഡിസ്പോസലിലാണ്, ഏത് കണ്ടെയ്നറിലാണ് നിക്ഷേപിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ആ കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കണം. നെക്സ്റ്റ് പറയുന്നു ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫാൾട്ട് സർക്യൂട്ട് ഇന്റർപ്രിറ്റേഴ്സ്, കോൾ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്. അതിലെന്താ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമുക്കറിയാം ഹോസ്പിറ്റലിലാവുമ്പോൾ എപ്പോഴും നമുക്ക് ഇലക്ട്രോണിക്സ് അല്ലെ, ഇലക്ട്രീഷ്യന്റെ ആവശ്യകത, അതായത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എക്യുപ്മെന്റ്സ് ആണെങ്കിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് വൈദ്യുതിയുടെ ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം, അതിന് എന്തെങ്കിലും ഡാമേജസ് സംഭവിക്കുകയാണ്, എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ കോൾ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്. അതായത് എന്താണ് അതിന്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക്, കഴിവുള്ള വ്യക്തികൾക്ക് അത് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സ്കിൽഡ് ഇലക്ട്രീഷ്യനെ കണ്ടെത്തി അവർക്ക് റിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതായത് അങ്ങനെ തന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട്, അത് ആ മെയിൻ്റെനൻസ് ഒക്കെ നടത്താനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തേണ്ടതുണ്ട്. then put on a radiation dosimeter batch or other when exposed to radiation, follow all safety instructions to lessen exposure to a minimum. അതായത് ഇതില് നമുക്ക് റേഡിയേഷൻ ഒക്കെ നമുക്കറിയാം, ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് റേഡിയേഷൻ നടത്തേണ്ടതുണ്ട്. അപ്പൊ റേഡിയേഷൻ എത്രത്തോളം ഉണ്ട് നടത്തിയിട്ടുണ്ട്, എത്രത്തോളം ഈ മെഷീൻ ഉണ്ട് എന്നുള്ള ആ മെഷീനാണ് എന്ത് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. when exposed to radiation, എത്രത്തോളം റേഡിയേഷൻ ആ വ്യക്തിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്. നമുക്കറിയാം റേഡിയേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട് അല്ലെ. നഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിക്കേണ്ടതാണ്, അതായത് നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതാണ് അവർ പറയുന്നത് ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ടു ലിസൺ. അവര് നല്ലപോലെ തന്നെ ലിസൺ ചെയ്ത് അല്ലെ, നമ്മൾ നല്ലപോലെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അവരുമായിട്ട് നമുക്ക് സമ്പർക്കത്തിലൊക്കെ ഏർപ്പെടാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതെല്ലാം ആ ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ച് തന്നെ അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കണം. Then install air conditioning with the effective general ventilation in the operating room to lessen heat stress and remove outdoors gases and vapors. ഇതിലെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്ന് പറയുന്ന നല്ല വെന്റിലേഷൻ സൗകര്യമുള്ള പ്ലേസ് ഒക്കെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് എയർ കണ്ടീഷൻ വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൺ. നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അവിടെ
ഒന്നുകൂടെ പറയാമെന്ന് ചോദിക്കുന്നുണ്ട്. 1, 2, 3, 4. Put on a radiation dosimeter when exposed to radiation. റേഡിയേഷന്റെ സമയത്ത് ഉപയോഗിക്കുന്ന അത് എത്രത്തോളം റേഡിയേഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് അളക്കുന്ന ഒരു മീറ്റർ ആണ് എന്ത് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഫോളോ ഈ ഇതിനനുസരിച്ച് തന്നെ പറയുകയാണ് ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ടു ലെസൺ എക്സ്പോസർ ടു എ മിനിമം. അതായത് മിനിമം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും ഇത്തരത്തിലുള്ള റേഡിയേഷൻ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളുമായിട്ട് സമ്പർക്കത്തിലൊക്കെ ഏർപ്പെടാനായിട്ടൊക്കെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, കുറച്ച് നിർദ്ദേശങ്ങൾ. നമുക്കറിയാം റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കെമിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് നിലവിലുണ്ടാവും. അതെല്ലാം ലിസൺ ചെയ്ത് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവരായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണോ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ട് കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്? ഇൻസ്റ്റാൾ എയർ കണ്ടീഷൻ വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വെന്റിലേഷൻ സൗകര്യം മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഹീറ്റ് സ്ട്രെസ് റിമൂവ് ഔട്ട്ഡോഴ്സ് ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ് അങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം എന്തെങ്കിലും ലീക്കേജ് ഗ്യാസസിന്റെ അല്ലെങ്കിൽ വേപ്പേഴ്സ് അല്ലാത്ത ആവി അല്ലെ പറ്റുപിടിച്ച് അവിടെ എപ്പോഴും നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ ബാക്ടീരിയസുകളൊന്നും ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ എയർ കണ്ടീഷൻ ആയിരിക്കണം ആ റൂമെന്ന് നമ്മൾ പറഞ്ഞു. ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, ആ സൗകര്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇൻ കേസ് അവിടെ എന്താണ് ഇത്തരത്തിലുള്ള വേപ്പേഴ്സും സംഭവങ്ങളൊക്കെ ആവിയരിച്ചോ അല്ലെങ്കിൽ ഗ്യാസസ് ഒക്കെ സ്പ്രെഡിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അതെല്ലാം റിമൂവ് ചെയ്യണം, അതെല്ലാം ഒഴിവാക്കണം. വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നഴ്സസ് സെൻസിറ്റീവ് ടു നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് must use non-latex or powder-free latex gloves and avoid contact with other latex product. അതായത് ഇതിൽ നമ്മൾ എന്താ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലത്തെ സ്കിൻ ഒന്നായിരിക്കില്ല അല്ലെ. ചിലർക്ക് അലർജറ്റിക് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് PPE കിറ്റ് ഒക്കെ ധരിക്കേണ്ടത് മസ്റ്റ് ആണ് താനും. കാരണം ഓപ്പറേറ്റിംഗ് റൂമിൽ കിടക്കുന്ന രോഗികളുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് വരാൻ എന്തെങ്കിലും വസ്തുക്കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകർക്കും എന്തെങ്കിലും വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ മസ്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതനുസരിച്ചുള്ള പക്ഷെ ഇവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള വ്യക്തികളാണ് എങ്കിൽ എന്താണ് നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് മസ്റ്റ് യൂസ് ചെയ്യണം. നോൺ ലാറ്റക്സ് അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ പൗഡർ അതിന്റെ ആ പൗഡർ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രോബ്ലംസ്. അപ്പൊ അതെന്താണോ പ്രോബ്ലം അതനുസരിച്ച് അവരെ ടേൺ ചെയ്തിട്ട് അവർക്ക് അനുയോജ്യമായ ഗ്ലൗസുകൾ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. വേർഡ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രിവെന്റ് ഒരു പ്രതിരോധ മാർഗം അവരെന്തായാലും മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. Then follow established and appropriate infection control precautions assuming blood body fluids. എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് അതായത് മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ബ്ലഡ് ആയിട്ടും അല്ലെങ്കിൽ ബോഡിയിൽ നിന്നുള്ള മറ്റെന്തെങ്കിലും ദ്രവങ്ങൾ അല്ലെ നമ്മുടെ ശരീരത്തിന്റെ എന്തെങ്കിലും ഉயிருമായി ബന്ധപ്പെട്ട ചിലപ്പോ ഉണ്ടായിരിക്കാം കഫായിരിക്കാം എന്തെങ്കിലും ദ്രവങ്ങളായിട്ട് ടച്ച് ചെയ്യേണ്ട ഒരു ചാൻസ് കൂടുതലാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എന്തെങ്കിലും അതിനോട് സൂട്ടായിട്ട് അതിനോട് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. ഇനി വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോ അവിടെ ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ ഇവിടെ എല്ലാം എന്താ പറയുക അറ്റ്മോസ്റ്റ് കൈയാണെങ്കിൽ ചിലപ്പോ കൈയായിരിക്കും ചിലപ്പോ വേറെ ഏതെങ്കിലും പ്ലേസ് ആയിരിക്കും എന്ത് തന്നെ ആയാലും ആ ഇതെല്ലാം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ആ സർഫേസ് അല്ലെ സ്കിൻ സർഫേസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ഉപരിതലം അപ്പൊ അല്ലെങ്കിൽ ഹാൻഡായിട്ടായിരിക്കും ചിലപ്പോ ആ തരത്തിലുള്ള ബ്ലഡ് ഫ്ലൂയിഡിലൊക്കെ ടച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യണം വാഷ് ചെയ്യേണ്ടതാണ്. മസ്റ്റായിട്ടും നമ്മൾ അത് ക്ലിയറായിട്ട് വാഷ് ചെയ്യേണ്ടതായിട്ട് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. Then provide lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients.
നമുക്കറിയാം പേഷ്യൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ ഹെൽത്തും വെയിറ്റും ഒന്നും ആയിരിക്കില്ല. ചില പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെയിറ്റിലെല്ലാം വ്യത്യാസമുണ്ടാവും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഹെവി നല്ല ആരോഗ്യവാനായ നല്ല ഇച്ചിരി കൂടിയും വെയിറ്റ് കൂടിയ വ്യക്തിയൊക്കെ ആണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് കൺസൾട്ട് ആൻഡ് ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട അല്ലെ. എല്ലാ വ്യക്തികൾക്കും എല്ലാ കഴിവുകളും ഉണ്ടാവണമെന്നില്ല, ചില വ്യക്തികൾക്ക് ചില കഴിവുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ഇതെല്ലാം സേഫ്റ്റിയോട് കൂടിയിട്ട് എന്താ സുരക്ഷയോട് കൂടിയിട്ട് ഈ വ്യക്തിയെ ഈ പേഷ്യന്റിനെ എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക മറ്റൊരു സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുക എന്നുള്ളത് കൺസൾട്ട് ചെയ്തെന്ന് ഡിസ്കസ് ഒക്കെ ചെയ്ത് അവരുമായിട്ടുള്ള ആ ഒരു ഇതിന്റെ ബേസിൽ ഒരു ഡിസ്കഷന്റെ ബേസിൽ എന്ത് രീതിയിലാണ് ഈ വ്യക്തിയെ മറ്റൊരു സ്ട്രക്ചറിലേക്ക് കടത്തുകയോ അല്ലെങ്കിൽ വീൽ ചെയറിലേക്ക് ഇരുത്തുകയോ ഒക്കെ ചെയ്യാനായിട്ട് സേഫ് ആയിട്ടായിരിക്കണം അല്ലെ. ഓരോ ഓപ്പറേഷനൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അവിടെ അതിന് ശേഷമാണെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. മുറിവെന്നൊക്കെ പറയുമ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്, ചിലപ്പോൾ ബ്ലീഡിങ് ഒക്കെ വരാനായിട്ട് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്താണ് ഓക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ ആശയവിനിമയത്തിലേക്ക് ഏർപ്പെടണം എന്നാണ് പറയുന്നത്. Then checking for anesthesist and oxygen gas leakage. അതായത് നമുക്കറിയാം ഓക്സിജനും അനസ്തെറ്റിക് ആയിട്ടുള്ള ഇതുകളെല്ലാം അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനൊന്നൊക്കെ ലീക്കേജ് ഉണ്ടോ, നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലെ ഹസാർഡ്സ് അപകടാവസ്ഥകളാണ് നമ്മൾ പറയുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തൊക്കെ മെഷേഴ്സ് എന്തൊക്കെ നമ്മളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ആസൂത്രണം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ പറയുന്നത് ഓക്സിജനും അനസ്തെറ്റിക് ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ലീക്കേജ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമുക്ക് ഇലക്ട്രോണിക്സ് അല്ലെ മിക്കവാറും എക്യുപ്മെന്റ്സിലെല്ലാം ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കറണ്ടിന്റെയൊക്കെ അതിന്റെ ഫ്ലോ ഉണ്ടാവും. അപ്പൊ അതിലെന്തെങ്കിലും സർക്യൂട്ടുകൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ എന്താണ് കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് അതെല്ലാം മുൻകൂട്ടി കാണണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഫയർ ഒക്കെ വരാൻ ഡേഞ്ചർ ഒക്കെ സംഭവിക്കാനായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മൾ പറഞ്ഞു പോയത് എന്താണ് ചപ്പൽ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതേമാതിരി തന്നെ അത് അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്കിൽഡ് ഇലക്ട്രീഷ്യനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കണം. തന്നെ നമ്മൾ പറഞ്ഞു എന്താ പറയുക റേഡിയേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യണം. പിന്നെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ എന്തെങ്കിലും ലീക്കേജ് വെപ്പേഴ്സ്. ഓക്കെ, അതായത് വെപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പറേഷൻ ചെയ്യുമ്പോ എയർ കണ്ടീഷനിലാണെങ്കിലും അതിന്റെ ഒരു നല്ല കൂളിംഗ് അല്ലാത്ത അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അപ്പൊ അതിന് ചിലപ്പോ ഒരു എന്താ പറയാ നമ്മളൊരു വെള്ളത്തിന്റെ അംശം എന്നൊക്കെ പറയില്ലേ, അത് ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ അപ്പൊ പുറത്തുനിന്ന് വന്ന് ചിലപ്പോൾ കാറ്റടിച്ച് അത് എയർ ഫ്ലോ വളരെയധികം എയർ ഫ്ലോക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിൽക്കാനോ അല്ലെങ്കിൽ ഔട്ട്ഡോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഔട്ട്ഡോർ നമ്മൾ പുറത്തു പോവുകയും അകത്ത് കിടക്കുകയും ചെയ്യുന്ന ഔട്ട്ഡോറിന് ഒരു സ്പെഷ്യൽ പ്ലേസ് ആണല്ലോ. അത് എപ്പോഴും ചിലപ്പോൾ റോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു വെന്റിലേഷൻ സൗകര്യത്തിന് അത് ബാധിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യണം. അവിടെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഒപ്പം തന്നെ വെപ്പേഴ്സ് നേരത്തെ പറഞ്ഞ എയർ കണ്ടീഷനിങ്ങിന്റെ ആ ഫ്ലോ കൃത്യമായിട്ടല്ല എങ്കിൽ എന്താണ് നമുക്ക് ചെറിയ ചെറിയ തുള്ളികൾ പോലെ വെള്ളങ്ങളൊക്കെ ഇതായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. വാട്ടറൊക്കെ ഒരു അംശം കണ്ടെത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. ഈർപ്പം, അതെ വെപ്പേഴ്സ് എന്ന് പറയുന്നത് നീരാവി അല്ലെങ്കിൽ ഈർപ്പം എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെയാണ് പറയുന്നതാണ് വെള്ളത്തുള്ളികൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മസ്റ്റായിട്ട്. അത് ലിസൺ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എന്താ പറയാ ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതിനോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം അപ്പൊ പറഞ്ഞു പോകാൻ സാധിക്കും. ദെൻ വീണ്ടും എന്താ പറയുന്നത് നമ്മള് അവര് യൂസ് ചെയ്യേണ്ട അപ്ലിക്കേഷൻ ആയിട്ടുള്ള PPE കിറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും നല്ല ചിന്തിക്കാണ്ടെങ്കിൽ
അതെല്ലാം മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് വേറെ അതിന് പൊരുത്തപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് മുൻകരുതലായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് വരും. വീണ്ടും എന്താ പറയുന്നത്, ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യകത ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ അതിനാവശ്യമായ പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എടുക്കണം. ഇൻ കേസ് അതുമായി ബന്ധപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വീണ്ടും എന്താ പറയുന്നത്, നമ്മുടെ ലിഫ്റ്റുകളെ രോഗികളെ ചില വ്യക്തികൾക്കൊക്കെ കിഡ്നി വെയിറ്റ് ഒക്കെ വരാണെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആരെങ്കിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. then എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ലീക്കേജുകളുണ്ടോ, അതേമാതിരി തന്നെ ഫയർ വരാനുള്ള സാധ്യതയുണ്ടോ, അതെല്ലാം കൺട്രോളും അല്ലെങ്കിൽ ചെക്ക് ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? ഓക്കെ. then എമർജൻസി ഒക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓപ്പറേഷൻ തിയേറ്ററിൽ ചില എമർജൻസി കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തേക്കുന്ന മാറ്റർ തന്നെയാണ്. എന്നാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. കാർഡിയാക് കൺട്രോൾ വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡി അവൈലബിൾ. ഡിഫിബ്രിലേറ്റർ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞോ അറിയില്ല. ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോ പറയില്ലേ, ആദ്യം നമ്മൾ എന്താ പറയാ, ആദ്യം തന്നെ നമുക്ക് ഇത് കൊടുക്കില്ലേ, നമ്മള് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം കൊടുക്കും. അതിനുശേഷം ആ ശ്വാസോച്ഛ്വാസത്തിലൂടെയാണ് ഹേർട്ട് ഒന്ന് പമ്പിങ് ഒക്കെ വന്ന് നമ്മുടെ ജീവൻ തുടിച്ചുകൊണ്ടിരിക്കും. ഇൻ കേസ് അങ്ങനെ കൊടുക്കാനായിട്ട് ചില ഹോസ്പിറ്റലിലൊക്കെ എന്ന് പറയുന്നത് അങ്ങനത്തെ ആവശ്യം ഉണ്ടാവില്ല. അവര് ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ആ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഡിഫിബ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹേർട്ടിലേക്ക് ഒരു ചെറിയൊരു ഹേർട്ടിലേക്കല്ല ഞരമ്പിലേക്ക് ആണ് ആ മെഷീൻ യൂസ് ചെയ്യുക. അപ്പൊ അതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഒരു വൈദ്യുത പ്രവാഹം കടത്തി വിടുമ്പോൾ ഒരു ചെറിയ ചൂട് ചെല്ലുമ്പോഴെന്താണ് ഈ ചെസ്റ്റ് ഒന്ന് വികസിക്കുക. അത് ഞരമ്പുകളിലൂടെ ആ ഒരു എന്താ പറയാ ഇടിപ്പ്, താളത്തിന്റെ ആ ഒരു ഇടിപ്പ് തുടങ്ങുകയും ചെയ്യും. അതിനുശേഷമാണ് ഡോക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ആ വ്യക്തിയുടെ എന്താ പറയുക ജീവശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റുന്നത്. അപ്പൊ ഈ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അത് കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ഒരു മെഷീനാണ്. അതായത് അതിലൂടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വൈദ്യുത പ്രവാഹം കൊടുക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക ഹേർട്ടിന്റെ ഇരിപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയും പിന്നെ അത് അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പിന്നെ അത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അത്തരത്തിലുള്ള മെഷീൻസ് അവിടെ എമർജൻസി ആയിട്ടാണ് അല്ലെ നമ്മുടെ ഇതിന്റെ ഇടിപ്പ് ഹേർട്ടിന്റെ ഇടിപ്പ് നിലച്ചു പോകുമ്പോൾ ശരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അപ്പൊ അതൊരു എമർജൻസി എക്യുപ്മെന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് കാർഡിയാക് കൺട്രോൾ വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡി അവൈലബിൾ. എപ്പോഴാണ് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് റെഡി ആയിട്ടിരിക്കണം. ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. ഇതിലെന്താ പറയുന്നത്, എല്ലാ പേഴ്സൺസിന്റെയും അവരുടെ ലൊക്കേഷൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മെഷീൻസിൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം പെട്ടെന്ന് അതിന്റെ എന്താ പറയുക ഇലക്ട്രോണിക്സ് ആയിട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ അത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി അല്ലെ സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ കണ്ടെത്തിയത് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. മിക്കവാറും അത് ഉറപ്പുവരുത്തിയിട്ടാണ് അവരൊക്കെ ചെയ്യുക. ഇൻ കേസ് അത് എന്തെങ്കിലും സംഭവിച്ച അവർക്ക് ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. ഇലക്ട്രീഷ്യനെ മാത്രമല്ല കേട്ടോ, എന്റെ ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെയും അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ സ്റ്റാഫുകളുടെയും ലൊക്കേഷൻ, അവരുടെ പ്ലേസ് എവിടെയാണ്, ആ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ആ ഒരു ഇത് അവർക്ക് ഐഡന്റിഫിക്കേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് ആ പ്ലേസ് ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. Then specific duties of each person to be performed in a connection with the emergency equipment checking of medicine which are expired and preventive maintenance of equipment. ഇതിൽ അത് തന്നെയാ പറയുന്നത്. അതായത് ഇൻ കേസ് നമുക്കറിയാമല്ലോ ഹോസ്പിറ്റലിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില മെഡിസിന്റെ ഒക്കെ ആവശ്യകത വരുന്നത്. അപ്പൊ ആ മെഡിസിൻസ് ഒക്കെ ഇന്ന വ്യക്തിനെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺസ്, ഓരോ പേഴ്സൺസിനും ചുമതലയുണ്ടായിരിക്കും. പെർഫോമിംഗ് കണക്ഷൻ വിത്ത് എമർജൻസി എക്യുപ്മെന്റ് പിന്നെ എക്യുപ്മെന്റ്സിന് ആവശ്യകതയുണ്ടെങ്കിൽ അവർ ആ ടൈമിൽ ആ എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ അത് കൊണ്ടുവന്ന് കൊടുത്തിരിക്കും. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെക്കിങ്ങിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും.
ഇൻ കേസ് മെഡിസിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ ആ മെഡിസിൻ അവിടെ എത്തിച്ചിരിക്കും. എക്സ്പയർഡ് അല്ലെ, നമുക്കറിയാം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ സംഭവം മെഡിസിൻ ആണോ, അങ്ങനെ ആവാനൊന്നും പാടില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കരുതലോട് കൂടിയിട്ട് ഇരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെഡിസിൻസ് വിച്ച് ആർ എക്സ്പയർഡ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ കൂട്ടി മുൻകരുതലായിട്ട് നടത്തിയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് ആവശ്യം വരാം, ചിലർക്ക് ഇതിന്റെയൊക്കെ ആവശ്യം വരില്ല. ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞ മെഷീന്റെ ആവശ്യകത ചിലപ്പോൾ ഡയത്താർമി മെഷീൻ, അതായത് ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ ഒരു യൂസേജ് ആയിരിക്കും. അപ്പൊ ഏത് മെഷീനാണോ യൂസ് ചെയ്യണേന്ന് ഓപ്പറേഷന്റെ ടൈമിൽ നമുക്ക് നേരത്തെ കൂട്ടി ചിലർക്ക് നേരത്തെ കൂട്ടി ഇന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഇന്ന മെഷീന്റെ ആവശ്യകത വരാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഡോക്ടർ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ചിലർക്ക് പക്ഷെ ഇതൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷെ ചില സമയത്ത് ചില രോഗികളെ ഓപ്പറേഷന് വിധേയമാക്കുമ്പോൾ ആവശ്യം വരാം. അപ്പൊ ഇത്തരത്തിലുള്ള മെഷീൻസ് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാനുള്ള ടെക്നീഷ്യന്മാര്, അതല്ലെങ്കിൽ എന്താ പറയുക മെഡിസിൻസ്, ആ മെഡിസിൻസ് എല്ലാം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാത്ത തരത്തിലുള്ള മെഡിസിൻസ് കറക്റ്റ് മൊമെന്റിൽ എത്തിക്കാനല്ല ഈച്ച് പേഴ്സൺസിനെയും ഡ്യൂട്ടീസ്, സ്പെസിഫിക് ഡ്യൂട്ടീസ് ഈച്ച് പേഴ്സൺസിനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. നെക്സ്റ്റ് ഇതിലേക്ക് പോകുമ്പോൾ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. Okay. Then administration must involve standard policies for protection of patients in operation theatre. Okay. Then administration must involve standard policies for protection of patients in operation theatre. അതായത് നമ്മൾക്ക് അറിയാം ചില ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ എന്താണെങ്കിലും അല്ലെ, നമുക്ക് ക്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും അതിനൊരു അതിൻ്റെതായ ഒരു പോളിസി ഉണ്ടായിരിക്കണം. അതെ, എന്നാൽ മാത്രമേ അത് നല്ല പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുള്ളൂ. അപ്പൊ ഇതില് എന്താണ് മസ്റ്റ് ആയിട്ട് കുറച്ച് പോളിസീസ് ഉണ്ട്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഓഫ് പേഷ്യൻസ് ഐഡന്റിഫിക്കേഷൻ, അതായത് നമുക്കറിയാം കുറെ പേഷ്യൻസ് ഒക്കെയാണ് ഓപ്പറേഷന് വിധേയമാകുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. ഈ പേഷ്യൻസിന് ചിലപ്പോൾ ചില ഡോക്ടേഴ്സിന്റെ ലേബലോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും ടാഗ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പേര് എന്നോടൊപ്പമുള്ള ലെറ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഐഡന്റിഫിക്കേഷന് വേണ്ടി കൊടുക്കുക. അതെല്ലാം പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്ത് പിന്നെ എങ്ങനെയാണോ എന്ത് പ്രോട്ടോകോളാണോ അവർ യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെ റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്, നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ആ ടേബിൾ അല്ലെ, ആ ടേബിളിൽ യൂസേജ് കഴിഞ്ഞ് നെക്സ്റ്റ് പേഷ്യന്റ് അവരെ എന്താ പറയുക ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് കഴിയുമ്പോഴേക്കും അടുത്ത പേഷ്യന്റ് അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടാവും. എന്താണ് പറയുന്നത്, റിസ്ട്രെയിനിങ് ഓഫ് എന്ന് വെച്ചാൽ ഒരു നിയന്ത്രണം ഓഫ് പേഷ്യന്റ് ഡ്യൂറിങ് മൂവ്മെന്റ്, അവരുടെ ചലനത്തിനനുസരിച്ച് ഓരോ പേഷ്യന്റിന്റെയും ഓപ്പറേഷന് ശേഷം അടുത്ത പേഷ്യന്റ് എന്നുള്ള ഒരു റിസ്ട്രെയിൻ, ഒരു കൺട്രോളിംഗ് ഉണ്ടായിരിക്കണം. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അവരെ ആ ടേബിളിൽ നിന്ന് തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റുമ്പോഴോ ഒക്കെ എന്താണ് പ്രൊട്ടക്ഷൻ, അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു സംരക്ഷണം ഉണ്ടായിരിക്കണം, ഒരു കെയർഫുൾ ആയിട്ടുള്ള അതിനനുസരിച്ചുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും പേഷ്യന്റിനെ കൊണ്ട് കിടത്താനും മറക്കാനും തിരിക്കാനും ഒന്നും പറ്റിയില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യക്തികൾ അവിടെ അതിനുണ്ടായിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ്, അവരെ തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ, സംരക്ഷണം ഉറപ്പുവരുത്തണം. ദെൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്, അതായത് നമുക്ക് എപ്പോഴും പറയുന്ന മാതിരി തന്നെ എന്താണ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തായാലും മസ്റ്റായിട്ട് അവിടെ എന്തായാലും പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോൾ എന്തായാലും മസ്റ്റ് കീപ്പ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ PPE കിറ്റ് ഒക്കെ ധരിച്ചിട്ടായിരിക്കണം നഴ്സുമാർ വരേണ്ടത്, ഡോക്ടേഴ്സ് വരേണ്ടത്. അതേമാതിരി തന്നെ പേഷ്യന്റും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ കുട്ടി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അല്ലെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ടാണ് ഓപ്പറേഷൻ ടേബിളിലേക്ക് വരേണ്ടത്. അപ്പൊ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് ഒക്കെ എന്താണ് ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ പോളിസിയാണ് എന്ത് ഓപ്പറേഷൻ തിയേറ്ററിലെ. റിക്കവറി റൂം, നമ്മൾ ഇത്രയും നേരം പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ കുറച്ച് പോളിസികളാണ്. റിക്കവറി റൂമില്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാവുന്ന കുറച്ച് നേരത്തേക്ക് ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ, അതായത് നിരീക്ഷണ ഘട്ടം, ആ ഒരു ടൈമിലുള്ള കുറച്ച് അഡ്മിനിസ്ട്രേഷൻ റൂളുകളാണ് പറയുന്നത്. എന്താന്ന് നോക്കാം. Patient observation to be
performed every 15 minutes after the surgery, including like science level of consciousness, bleeding, etc. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്, എവറി 15 മിനിറ്റ്സ് ഒരു 15 മിനിറ്റ് കൂടുന്തോറും അവരെന്ത് ചെയ്യണം, അങ്ങനെ വ്യക്തിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബോധം കിടത്തിയിട്ടാണ് ഓപ്പറേഷന് വിധേയമാകുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ബോധമൊക്കെ തിരിച്ചു വരുന്നുണ്ടോ, എന്തെങ്കിലും ബ്ലീഡിങ്, അല്ലെ ബ്ലീഡിങ് ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം അബോധാവസ്ഥയിലാണല്ലോ. അപ്പൊ ബ്ലീഡിങ് ഒന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്കൊക്കെ ബ്ലീഡിങ് ഉണ്ടോ, അതേമാതിരി തന്നെ എന്തെങ്കിലും ഇപ്പൊ ചില രോഗികൾക്കൊക്കെ ആണെങ്കിൽ ചില എന്താ പറയുക മോണിറ്ററിംഗ് സൗകര്യത്തോട് കൂടിയിട്ടായിരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരെ ഹേർട്ടിന്റെ സിറ്റുവേഷൻസ് ഒക്കെ നോക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഒരു വൈറ്റൽ സൈൻ കമ്പനി പ്രധാനപ്പെട്ട സയൻസ് ഒക്കെ കാണിച്ചു തരുന്ന ഒരു നിരീക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും വിധേയം വെക്കേണ്ടത്. 15 മിനിറ്റ് കൂടുമ്പോൾ അവരൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. അവരുടെ മോണിറ്ററിംഗ് സിസ്റ്റത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവരുടെ എല്ലാം ഓക്കെ ആയിട്ടാണ് പോണെങ്കിൽ അതിനനുസരിച്ചാണ് അവർ അടുത്ത സ്റ്റെപ്പുകളില് അടുത്തതായിട്ട് എന്താ പറയാ റൂമിലേക്കൊക്കെ വെക്കറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ റിക്കവറി റൂമിൽ ഇതെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് നല്ല ഒരു അഡ്മിനിസ്ട്രേഷന് ആവശ്യമായ ഒരു ഘടകത്തിൽ പറയുന്നത്. അപ്പൊ വൈദ്യുത സയൻസ് ഒക്കെ വേണമെങ്കിൽ, പ്രധാനപ്പെട്ട സയൻസ് ഒക്കെ വേണമെങ്കിൽ അത് ആവശ്യമാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ എന്താണ് ലെവൽ ഓഫ് കോൺഷ്യസ്, അവരുടെ ബോധത്തിന്റെ അവസ്ഥകൾക്ക് എന്തെല്ലാം വേരിയേഷൻ ഉണ്ടെന്ന് നോക്കാം. ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നു ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. അതായത് ആവശ്യകത അനുസരിച്ച് ഈ പേഷ്യൻസിന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നതനുസരിച്ചാണ് ഈ വ്യക്തിക്ക് ബോധാവസ്ഥയിലേക്ക് വരുന്നില്ലല്ലോ, എന്താണ് അവ പ്രോബ്ലം എന്ന് ഡോക്ടറിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെഷീൻസ് ആവശ്യമാണ്, അല്ലെ ഡയതെർമി പോലത്തുള്ള മെഷീൻസ്. അത് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പൊ ആ മെഷീന്റെ ഒക്കെ ആവശ്യകതയുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. ഇപ്പൊ വെന്റിലേറ്റർ ആണെങ്കിലും ഡയതെർമി ആണെങ്കിലും നമ്മുടെ ഡിഫിബ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ആ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവര് ആ ഒരു പ്രോബ്ലം തരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത് ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. എന്താണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ച് മെഷീൻസ് ഒക്കെ റെഡിയാക്കി വയ്ക്കേണ്ടതുണ്ട്. Restriction of visitors to prevent the infection. Restrictions എന്തായിരിക്കും നമുക്കറിയാം. നമ്മള് സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കിടന്ന അവർ ഒബ്സർവേഷനിലൊക്കെ കിടത്തുമ്പോൾ ഡോക്ടേഴ്സ് മസ്റ്റ് ആയിട്ട് പറയും എല്ലാവരെയും ഒന്നും അനുവദിക്കില്ല. മിക്കവാറും ഹോസ്പിറ്റലിൽ അത് നേരത്തെ ഉള്ള പ്രോട്ടോകോളാണ്. ഇന്ന ടൈമിൽ വേണമെങ്കിൽ 1-2 വ്യക്തികൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ. അപ്പൊ ആ ഒരു റെസ്ട്രിക്ഷൻസ് എല്ലാം എന്താണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അത് നല്ലൊരു അഡ്മിനിസ്ട്രേഷന്റെ നല്ലൊരു ഭരണത്തിന്റെ ഒരു കാര്യമാണ്. അത് റിക്കവറി റൂമിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ്. റെസ്ട്രിക്ഷൻസ് ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. ഓക്കെ, ചെറിയൊരു മാറ്ററാണ് ഡിസ്കസ് ചെയ്തത്, കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ, നമുക്കൊരു ചെറിയ ഭാഗം കൂടെ ഉള്ളൂ. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ, പ്രശ്നമില്ല. നമുക്ക് അതിനോടൊപ്പം തന്നെ കൈകാര്യം ചെയ്യാം. അപ്പോ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. എന്തൊക്കെ എന്താ പറയുന്നത്, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ആണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉള്ളതെന്ന് പറയാം. Operating room executive secretaries keep the department running smoothly and effectively by greeting and welcoming patients. നമുക്കറിയാം നമ്മളുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം അത് നന്നായിട്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്ത് പോകാൻ, നന്നായിട്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ ആ ഡിപ്പാർട്ട്മെന്റ് തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്താണ് സ്മൂത്ത്ലി അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്ലി കാര്യക്ഷമമായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് പ്രധാനമുണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് ഇത് ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിങ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുന്നവർക്കൊക്കെ നല്ലൊരു വെൽക്കമിങ്, അല്ലെ, നല്ല ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വെൽക്കം ചെയ്ത് അവരുടെ കാര്യങ്ങൾ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബ്ലെസ്സിംഗ് മൈൻഡ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി കീപ്പ് ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ബൈ greeting and welcoming patients. The next പറയുന്നു answering questions and clear doubts. ഇതെല്ലാം അതായത് ആര് ചോദിച്ചാലും അല്ലെ നമുക്ക് ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇപ്പൊ ഓപ്പറേഷനുമായി എത്ര മണിക്ക് കഴിയും,
എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറക്കുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്തായാലും ആകാംക്ഷാഭരിതമായ ഒരു സമയമൊക്കെ ആയിരിക്കും. ഈ വ്യക്തിക്ക് കോൺഷ്യസ് ആയോ, അൺകോൺഷ്യസ് ആയോ, അങ്ങനെയാണോ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പേഴ്സൺ ആർക്കാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാത്തിനും ആൻസർ ചെയ്യാനായിട്ട് എന്താണ് ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തയ്യാറായിരിക്കണം. അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. Then next, these workers operate office equipment that includes voicemail and phone system, machines, copiers and scanners, and also maintain and organize department supplies. അതായത് നമുക്കറിയാം ഓപ്പറേഷൻ വിധേയമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അതായത് ചിലപ്പോൾ വോയിസ് കോളോ എന്തെങ്കിലും ഫോൺ സിസ്റ്റം അനുസരിച്ച് വിളിച്ച് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ മെഷീൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോസ്റ്റാറ്റ് പോലെ ഈ വ്യക്തികളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെഷീന്റെ പേഷ്യന്റ് ഫോട്ടോസ്റ്റാറ്റ് പോലെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് ഉപയോഗിക്കേണ്ട വരും. അല്ലെങ്കിൽ കോപ്പീസ് എന്തെങ്കിലും കോപ്പി നമ്മളിപ്പോ ചെയ്തതിന്റെ റിപ്പോർട്ടിന്റെ ഒരു കോപ്പിയോ അല്ലെങ്കിൽ സ്കാനിന്റെ റിപ്പോർട്ടോ അങ്ങനെ എന്തൊക്കെ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ടാവും അല്ലെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. ഓപ്പറേറ്റീവ് റൂമിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. ഈ വ്യക്തിയിൽ നിന്നാണ് ഇത്തരം സാധനങ്ങളെല്ലാം പേഷ്യന്റ് റിലേറ്റീവ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ക്ലിനിക്കൽ സ്റ്റാഫിന് വെച്ചിട്ടുണ്ടാവും, അവരുടെ കൂടെ തന്നെ അവരാരെങ്കിലും ക്ലറിക്കലായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ആയിട്ട് എന്താണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. Then they accept and route the message and transfer correspondence verbally or through write form. അപ്പൊ നമുക്കറിയാം ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ കൈകാര്യം ചെയ്തതൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ആ ഒരു മെസ്സേജിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെ അവർക്ക് ചിലപ്പോൾ വെർബലി എന്തെങ്കിലും മാറ്റേഴ്സ് ഇങ്ങനെ നേരിട്ട് ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോടൊക്കെ നേരിട്ട് ഇൻഫോം ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അൻകേസ് ചിലർ ആവശ്യപ്പെടും നമുക്ക് റിട്ടേൺ ഫോമിന്റെ ആവശ്യകതയുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രൂഫായിട്ടോ എന്തിനെങ്കിലും ഞങ്ങൾക്ക് ഒരു റിട്ടേൺ ഫോം വേണം, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫോമൊക്കെ വേണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതും നൽകാനായിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണെന്നുള്ളതാണ്. Then additional duties consist of taking specimens to the lab, help in scheduling procedures, supporting the department through updating blood status. അതായത് ചിലപ്പോൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് അവര് ചിലപ്പോൾ ലാബിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ ചില ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അത് ഓപ്പറേഷന് വിധേയമാക്കിയതിനു ശേഷം കളക്ട് ചെയ്തിട്ട് ചില ലാബിലേക്കൊക്കെ ചിലപ്പോൾ ബ്ലഡ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇൻ കേസ് എന്താണെങ്കിലും എന്താണ് ആ ലാബുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ട പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നു. അഡീഷണൽ ഡ്യൂട്ടീസ് ആർ കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ്. ചില വ്യക്തികൾക്ക് മാത്രം, ചിലവർക്ക് നോർമലി ഓപ്പറേഷൻ ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവരുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കയറ്റി ഓപ്പറേഷൻ പ്രശ്നമൊന്നുമില്ല. ചില വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ ലാബിലേക്ക് ചില കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമുക്കറിയാം. ഇപ്പൊ അപ്ഡേറ്റിംഗ് ബ്ലഡ് സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാബില് നമുക്കറിയാം ചില സമയമൊക്കെ ഉണ്ട് അല്ലെ, ലാബില് ഇന്ന ടൈമിലാണ് അത് സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യുള്ളൂ, ഇന്ന ടൈമിന് ശേഷം അവർക്ക് എന്താണ് അത് വേരിയത്തിന് വേണ്ടിയിട്ട് ഡോക്ടറിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പൊ ആ ടൈമിന്റെ ഉള്ളിലായിരിക്കണം ബ്ലഡിൽ ഈ ഓപ്പറേറ്റ് ചെയ്യേണ്ട വ്യക്തികൾക്ക് സ്ഥാനം കൊടുക്കേണ്ടത്. അതായത് ചില ഓപ്പറേഷൻ ടൈമിലൊക്കെ പറയുന്നത് ഫിക്സ് ചെയ്ത് ലാബിലേക്ക് പോകേണ്ട ആവശ്യകതയുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യൻസിനെ ഇന്ന ടൈമിനുള്ളിലാക്കി ആയിരിക്കും ഓപ്പറേഷന് വിധേയമാക്കുക. കാരണം അവിടെ അത് കളക്ട് ചെയ്തിട്ട് ലാബിലേക്ക് അയക്കേണ്ടതായ സമയം കൂടിയും അവര് കൈകാര്യം ചെയ്തിട്ടാണ് അത് ചെയ്യുക. അപ്പൊ അതിനൊക്കെ റെസ്പോൺസിബിലിറ്റി ആയ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി മെയിൻറ്റെയിനിങ് ക്ലീൻ ലൈൻസ് ആൻഡ് ഓർഡർ ലൈൻസ് ലൈക്ക് ക്ലീനിങ് നഴ്സ് സ്റ്റേഷൻസ്. അപ്പൊ ഇതില് പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള അല്ലെ, നമ്മള് ഓപ്പറേറ്റിംഗ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേരത്തെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞായിരുന്നു ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതിന് കണ്ട സോണുകളെ വരെ നമ്മൾ തിരിച്ചിരുന്നു, 3-4 സോണുകളൊക്കെ നമ്മൾ പറഞ്ഞ് തിരിച്ചിരുന്നു. കാരണം അത്രയും ക്ലീൻ ആയിട്ടുള്ള പ്ലേസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് അങ്ങനെ പോകാനൊന്നും പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു.
ഇതുപോലെ തന്നെ പറയുന്ന മെനി ക്ലീൻ ലൈൻസ് ആൻഡ് മോഡൽ ലൈൻസ് ലൈക്ക് ക്ലീനിങ് ദ സ്റ്റേഷനെ പോലെ തന്നെ ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കണം ഈ പ്ലേസുകൾ എന്നൊക്കെ പറയുന്നു. Then executive secretaries may also be responsible for managing and training new clerical with the operating room department. ഞാൻ നേരത്തെ പറഞ്ഞു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് ഇതിനെല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞു. പക്ഷെ ഈ വ്യക്തിക്ക് ഒരു പക്ഷേ ഇതൊക്കെയാണ് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പൊ അവർക്ക് കീഴിൽ എന്തായാലും എന്താണ് കുറച്ച് ക്ലറിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവരാണ് അത് ചെയ്യുക. പക്ഷെ റിപ്പോർട്ടെല്ലാം കൊടുക്കുന്നത് വലിയ വലിയ നേരിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്നത് ഈ എന്താ പറയുക എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ അധികാരത്തിലായിരിക്കും. അപ്പൊ അവർക്ക് ഇനിയിപ്പോ പുതിയ ഒരു ക്ലറിക്കൽ സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതാണ് അവർക്ക് എന്താ ട്രെയിനിങ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി മാർക്കുള്ളതാന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കുള്ളതാണ് ഞാൻ പറയുന്നത്. അവിടെ ഓൾറെഡി ചിലപ്പോ നമ്മൾ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം, അവരെ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും. പുതിയ പുതിയ ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് വരുമ്പോൾ അവർ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണെന്ന് ലാസ്റ്റ് പോയിന്റില് പറയുന്നത്. ഓക്കെയാണോ? നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന പോയിന്റുകളൊക്കെ തന്നെയാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എന്നൊക്കെ പറയുന്നത് വളരെ വലിയ പ്രോബ്ലം ഉള്ള ഇതല്ല അല്ലെ, വലിയ പ്രോബ്ലം ഉള്ള ചാപ്റ്റർ അല്ലെന്ന് തോന്നുന്നു. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതില് എന്താ പറയണ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത കാര്യം സ്പീഡിലൊന്നും പോയില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടോ? അതില് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എക്സിക്യൂട്ടീവിന് നല്ല വെൽക്കമിങ് ആയിട്ടുള്ള വിഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കാൻ ഓഫീസോ എന്തെങ്കിലും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വോയിസ് മെയിലോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എടുത്തിരിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട വോയിസ് മെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ എന്താണ് ഈ വ്യക്തിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതേമാതിരി തന്നെ മെസ്സേജുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ മെസ്സേജുകൾ നമ്മളോട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടാവും. അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇപ്പൊ മാനേജ്മെന്റ് സ്റ്റാഫോ അങ്ങനെ ഒരു മേൽത്തളം പത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഇപ്പൊ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ചിലർക്ക് പ്രിഫറൻസ് ഉണ്ടാവും, ചിലർക്ക് മുൻഗണനകളും ചിലർക്ക് അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും മെസ്സേജുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് വെർബലി ആവാൻ ചിലപ്പോൾ വ്യക്തമായിട്ടായിരിക്കും. ചിലപ്പോൾ അത് ഏത് രീതിയിലാണെങ്കിലും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതിന് ഉത്തരവാദിത്തപ്പെട്ട പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. അതേമാതിരി തന്നെ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് വല്ല ലാഭവുമായി ബന്ധപ്പെട്ട കളക്ഷനൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ലാഭമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വ്യക്തിക്ക് സമയത്തിനുള്ളിലൊക്കെ അതാണ് പ്രധാനമായിട്ടുള്ളത്. ഹെൽത്ത് ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ സപ്പോർട്ട് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനുള്ളിലാണ് അവരെ കളക്ട് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് ലാബിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ടൈമിംഗ് ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ഈ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഒരു ചുമതലയാണ്. പിന്നെ എന്താ മെയിൻറ്റെയിൻ ക്ലീൻ ലൈൻസ് ക്ലീൻ ആയിട്ട് കവർ സ്റ്റേഷനൊക്കെ അതായത് നഴ്സിംഗ് സ്റ്റേഷനൊക്കെ ക്ലീൻ ചെയ്യണം. തന്നെ ലാസ്റ്റിൽ പറയുന്നു പുതിയതായിട്ടുള്ള എന്തെങ്കിലും ക്ലറിക്കൽ സ്റ്റാഫ് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ അവരെ ട്രെയിനിങ് ചെയ്യുക എന്ന കാര്യം കൂടി എന്താണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഒരു ചുമതലയാണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് വെന്റിലേറ്റർ ആണ്. നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങേണ്ടത് വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ ആണ്. നിങ്ങളുടെ കയ്യിലുണ്ടോ വെന്റിലേറ്റർ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാപ്റ്ററിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മെത്തേഡ്സ് ഓഫ് പേഷ്യൻസ് ഐഡന്റിഫിക്കേഷൻ ഓക്കെ. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാല് ഈ ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തില്ലേ,
ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കറിയാമോ ചിലപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ഓരോ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഒക്കെ നടത്തുന്ന ഒരു ഇതന്നെ ഉണ്ടാവും. പൾമിനറി ICU എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ICU അതേമാതിരിയുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും. പക്ഷെ ചില മിക്കവാറും ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക് ആ വ്യക്തിക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ് അവര് ആ ഒരു ഐഡന്റിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ വ്യക്തിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചിലപ്പോൾ ഡോക്ടറുടെ പേരായിരിക്കും, ചിലപ്പോൾ പേഷ്യന്റിനോടൊപ്പം വേറെ എന്തെങ്കിലും ലേബിൾ ആയിരിക്കാം കൊടുക്കുക, എന്തെങ്കിലും ടാഗ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇന്ത്യയിലെ വ്യക്തിയുടെ ഏതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയില്ലേ, ഇത് ഇന്ന ഡോക്ടറുടെ പേഷ്യന്റ് ആണ്, ഇന്ന ഡോക്ടറാണ് ഇതിന് ഓപ്പറേഷൻ കയറുന്നത്, അല്ലെങ്കിൽ അതൊക്കെയാണ് ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഇനി ഇതില് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കും. ഒപ്പം ഒരു ഓപ്പറേഷൻ തിയേറ്റർ മനസ്സിലാക്കാം. ചിലരെല്ലാം ഇതിപ്പോ ചെറുതായിട്ട് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ആ റൂം ഒന്ന് ഓർക്കാം. ആരെങ്കിലും കയറിയതാണെങ്കിലും പഠിക്കുന്നതിനൊപ്പമാണ് ഓപ്പറേഷൻ തിയേറ്റർ നോക്കാൻ മതി. അവിടെ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ടാവും. അവരെല്ലാവരും എന്താ പറയണേ നല്ല PPE അതിൻ്റെതായ പ്രിപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ടീച്ച് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് മാസ്ക് ഉണ്ടാവും, ഡ്രസ് ഉണ്ടാവും, ഗ്ലൗസ് ഉണ്ടാവും, അതേമാതിരി ചപ്പലൊക്കെ പ്രത്യേകമായിട്ടായിരിക്കും ധരിച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ മുൻകരുതലുകളുണ്ട്. അതേമാതിരി തന്നെയായിരിക്കും എന്താ നഴ്സുമാരും. അപ്പം ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൂടി അവർക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ടൈമിൽ ഓപ്പറേഷൻ ചാപ്റ്റർ വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ചാപ്റ്റർ ആണോ അതോ ഇതിനു മുമ്പോ? ഓക്കെ, 13 എന്ന് പറയും. നിങ്ങൾക്ക് ഈ എത്ര ചാപ്റ്റർ ഞങ്ങൾക്ക് ഇങ്ങനെ ചാപ്റ്ററിന്റെ പേരാണ് നിങ്ങൾക്ക് തരാനായിട്ട് എളുപ്പം. നിങ്ങൾക്കാണ് ഈ എത്രാമത്തെ ചാപ്റ്റർ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ 13 പറയുന്നുണ്ട്. എന്റെ ഇത് 14th ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ. നിങ്ങൾക്ക് അത് തന്നെയാണോ? 14th ആണോ അത്? അപ്പോ മറ്റേ വെന്റിലേറ്റർ 13 ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന PDF ചാപ്റ്റർ പേര് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോഴും 13. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണേ, നമ്മൾ പറഞ്ഞു വന്നത് എന്താ ബ്രീഫ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച്. അതിലപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനോട് നേരത്തെ കൂട്ടി മുൻകരുതലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന ഡ്രസ് ധരിക്കണം, ആ ടൈമിൽ നിങ്ങൾ നെയിൽ പോളിഷിന്റെ കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യണം, അതൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറെ മുൻകരുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ഇനി അവിടെ നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഗേബിളിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഗേബിളിനെ നല്ല എപ്പോഴും ചിരിക്കാവുന്നതും ഉയർത്താവുന്നതും അല്ലെങ്കിൽ മിഡിലായിരിക്കും. പിന്നെ അവിടെ നല്ല ലൂമിയസ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടായിരുന്നു, നല്ല പ്രകാശമുണ്ടായിരുന്നു, വെന്റിലേറ്റർ സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി തന്നെ എയർ സർക്കുലേഷൻ വളരെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂളായിരിക്കണം, കാരണം ബാക്ടീരിയസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് അത് കൂളായിരിക്കണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതേമാതിരി തന്നെ അവിടെ എക്യുപ്മെന്റ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എക്യുപ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കേണ്ട ഡോക്ടേഴ്സിന് ഉപയോഗിക്കേണ്ട കുറച്ച് ഷാർപ്പണായിട്ടുള്ള മൂർച്ചയുള്ള കുറച്ച് ഡിവൈസിനൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കൾ ഇൻ കേസ് അതിനുശേഷം ആ ഡിവൈസുകൾ മിക്കവാറും റീസൈക്കിൾ ചെയ്ത ഡിവൈസുകളാണെങ്കിൽ അതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഡിവൈസുകളായിരിക്കണം എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ അത് ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇനിയിപ്പോ CST എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ഇതൊക്കെ നമ്മൾ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക്. അതായത് സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെയുള്ള ലേബിളിലാണ് നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തത്. അതായത് എല്ലാത്തിന്റെയും ഈ എക്യുപ്മെന്റ്സുകളെല്ലാം അവിടെ ഉപയോഗിക്കേണ്ടതെല്ലാം അണുവിമുക്തമാക്കിയിരിക്കേണ്ട ഒരു മാറ്റർ ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം കളക്ട് ചെയ്തിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തില് മിക്കവാറും ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ ഒക്കെ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യത്തിന് എക്യുപ്മെന്റ്സ് അതിന്റെ ഡിവൈസുകളെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താ പറയുക, അവിടെ ഉപയോഗിക്കേണ്ട കുറച്ച് എക്യുപ്മെന്റ്സ് പെട്ടെന്ന്
രോഗിക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയതെർമി പോലെയുള്ള മെഷീൻ ഉപയോഗിച്ച് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ എന്താ പറയാ ഡിഫിബ്രിലേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്പന്ദനം അല്ലെ, നമ്മുടെ സ്പന്ദനം നിലച്ചു പോവുകയാണെങ്കിൽ അത് സ്റ്റാർട്ടപ്പ് ആക്കി കൊണ്ടുവരാനുള്ള മെഷീൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ എന്താണ് കാർഡിയോഗ്രാഫർ, റേഡിയോഗ്രാഫർ, ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലുള്ള കുറച്ച് ടെക്നീഷ്യൻസിന്റെയൊക്കെ ആവശ്യകതയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന് വിധേയമാകുന്ന ടൈമില് ചില പേഴ്സൺസിനൊക്കെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ലൊക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അവർക്ക് വന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ എന്താ പറയുക, ഇലക്ട്രീഷ്യൻസിന്റെ നമുക്ക് കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. കാരണം അവിടെ മിക്കവാറും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് മസ്റ്റായിട്ട് വ്യക്തിയുടെ ചിലപ്പോൾ സേവനം ആവശ്യകതയുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൊത്തത്തില് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ ഇങ്ങനെ മാറ്ററായിട്ട് പഠിപ്പിച്ചു മാത്രം. അതൊക്കെ സെക്ഷൻ ഇവിടെയൊക്കെ ഉണ്ടാവും. നമ്മൾ എന്താ പറയാ അവിടെ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേക എയിമോട് കൂടിയിട്ട് എന്താണ് പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോണ്, സ്റ്റെറിലൈസേഷൻ, സേഫ്റ്റി സോണ്, ഡിസ്പോസൽ സോൺ എന്നൊക്കെ പറയുന്നത്, വേസ്റ്റ് ഒക്കെ തള്ളി പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂം ക്രിയേറ്റ് ചെയ്യുന്ന പ്ലേസ്, പിന്നെ ഒന്നുകൂടി വെയിറ്റിംഗ് ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ, അതേപോലെ തന്നെ റിക്കവറി ഇതിന് ശേഷം ഓപ്പറേഷന് വേണ്ടിയതിന് ശേഷമുള്ള പ്ലേസ് എന്നൊക്കെ പറയുന്നത് ക്ലീൻ സോൺ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിച്ചു. പിന്നെ എന്താ ഇതിന് ആവശ്യമായ കുറെ മുൻകരുതലുകളും പോളിസികളും നയങ്ങളൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക പോലീസിനെ പോലെ തന്നെയാണ് ചിലർ ഏജൻസ് ഒക്കെ റിമൂവ് ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിനെ കുറച്ച് ആലോചിച്ചാൽ മതി. ഒരു പേഷ്യന്റും ഡോക്ടേഴ്സും നഴ്സുമാരും ആ തിയേറ്ററും ഒക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഈ പാഠം ഒക്കെയായി വലിയ പ്രശ്നമില്ലാത്ത ലെസനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ കയറാത്ത ആളായിരിക്കും ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇത്തിരി സ്ലോയും അന്ന് ഇത്തിരി ഡീപ്പായിട്ടൊക്കെയാണ് പഠിപ്പിച്ചത് അല്ലേ. വലിയ പ്രശ്നമില്ലല്ലോ അല്ലെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂട്ടാ. പക്ഷെ മൊത്തത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേ ക്ലാസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ക്ലാസ് കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ ചെറുതായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അവരുടെ എൻവയൺമെന്റിനെ കുറിച്ച്, അതായത് അവരെപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഓർത്താൽ അത് വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇത് നമ്മുടെ പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് തോന്നുന്നത്. പ്രത്യേകിച്ചൊന്നും വലിയത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതെല്ലാം നമുക്ക് അടുത്ത ചാപ്റ്റർ വെന്റിലേറ്ററിന് അതും വലിയ പ്രശ്നമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. കുഴപ്പമില്ലാത്ത കാര്യം തന്നെയാണ്. ഇനി എന്തെങ്കിലും സെപ്പറേറ്റ് പറഞ്ഞു തരുന്നേ, അതായത് മൊത്തത്തിൽ ബ്രീഫായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ഭാഗം ചെറിയ പോർഷനൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയുന്നു, ഞാൻ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ. നമുക്കൊരു കുറച്ച് നേരം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തോടുകൂടി ഓപ്പറേഷൻ തിയേറ്റർ തീരെയാണ്. അപ്പോ നിങ്ങളൊന്ന് നോക്കാം. എന്തെങ്കിലും സെപ്പറേറ്റ് ചെറിയൊരു ഭാഗമൊക്കെ ആണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അവരും ചോദിക്കാതിരിക്കേണ്ട കേട്ടോ. ഒന്നിച്ച് എന്നുള്ള ഇതിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എമർജൻസി എക്യുപ്മെന്റ് ഒന്ന് പറയാം. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ് കാർഡിയാക് ട്രോളി വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡിലി അവൈലബിൾ. അപ്പോ നമ്മള് അതില് നമ്മളെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നോക്കാം. എന്താണ് നമ്മളെ കാർഡിയാക് ട്രോളി വിത്ത് ഡിഫിബ്രിലേറ്റർ മസ്റ്റ് ബി റെഡിലി അവൈലബിൾ.
ഡുവോൾ പേഴ്സൺ, അതായത് ഇതിൽ നമ്മൾ എമർജൻസി ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റൽ ഓപ്പറേഷൻ വിധേയമായിരിക്കുന്ന പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ എന്താ പറയുന്ന പ്രഷർ ഉണ്ടാവും, ചിലപ്പോൾ ഹേർട്ട് ബീറ്റ് കൂടാവും, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാം, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ കാർഡിയാക്കുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നത് ഹേർട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ രീതിയിൽ പറയുന്നത് നമുക്ക് ഒരു ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിലൊന്നും ഓപ്പറേഷൻ വിധേയമായതിനു ശേഷം കൊടുക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അതിനൊരു മെഷീനാണ് ഉപയോഗിക്കുന്നത്. ആ മെഷീൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു ചെറിയൊരു രക്തപ്രവാഹം അല്ലെങ്കിൽ വൈദ്യുതി പ്രവാഹം കൊടുക്കുമ്പോൾ അതിലെ ആ ഞരമ്പിൽ കൂടെ പുഷ് ചെയ്യുമ്പോൾ എന്താണ് ഹേർട്ടുകൾ പിടിച്ചു തുടങ്ങും. നമ്മുടെ നശിച്ചൊന്ന് അല്ലെ നമ്മളെ നനച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മറ്റു രീതിയിലൊക്കെ എന്ന് പറയാൻ നമ്മൾ ഇത് കൊടുക്കും, ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാന്ന് പറയുന്നത് രോഗി അൺനോർമൽ ആണ് അല്ലെ, കോൺഷ്യസ് അല്ല, അൺകോൺഷ്യസ് ആയിട്ടുള്ള സമയം. ആ ടൈമിലൊന്നും രോഗിക്ക് ബ്രീത്തിങ് ഒന്നും എടുക്കാനായിട്ടുള്ള ആ ഒരു ഇത് വരില്ല. അപ്പൊ ആ ടൈമിലൊക്കെ ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം മെഷീൻസ് യൂസ് ചെയ്യാനായിട്ട് സാധ്യത ഉള്ള, അതായത് സാഹചര്യം അനുകൂലമാണ്. അപ്പൊ ഈ മെഷീനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്ന മെഷീനാണ്. അത് ഹേർട്ടിനോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു ചെറിയൊരു മെഷീനാണ്. അങ്ങനെ എന്താ പറയുക തേവുകുട്ടി പോലത്തെ മെഷീനൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള മെഷീൻ അത് പുഷ് ചെയ്യുമ്പോൾ എന്താണെന്ന് അമർത്തുമ്പോൾ ഒരു ചെറിയൊരു വൈദ്യുത പ്രവാഹം കടന്നു വന്നിട്ട് നമ്മുടെ ഹേർട്ട് തിരിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ മെഷീനൊക്കെ അവിടെ അവൈലബിൾ ആകണം എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഡുവോൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. നമ്മൾ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് പേഷ്യന്റ് കുറച്ച് ചില ഇലക്ട്രോണിക്സുമായിട്ടുള്ള ബന്ധപ്പെട്ട വസ്തുക്കൾ ഉണ്ടാവും. അതേപോലെ തന്നെ ടെക്നിക്കലി ആയിട്ട് വില ഘടിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, റേഡിയോളജിസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ വ്യക്തിക്ക് ചെയ്തുകൊണ്ടിരിക്കാതെയാണ് ചിലപ്പോൾ ഒന്ന് എക്സ്റേ എടുക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ ഡോക്ടേഴ്സ് അപ്പൊ സജസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ ഓൾറെഡി അങ്ങനെയുള്ള ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺസിനൊക്കെ അവരുടെ ലൊക്കേഷനൊക്കെ എന്താണ്, ഏത് പ്ലേസിലാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കണം. ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ച് ആ വ്യക്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള രീതിയിൽ ലൊക്കേഷൻ അവരുടെ പ്ലേസ് ഒക്കെ. ഒരുപക്ഷെ ഹോസ്പിറ്റലിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അവർ ജോലി ചെയ്യുക. പക്ഷെ അത് കൃത്യമായിട്ട് അറിഞ്ഞാലാണല്ലോ ആ പ്ലേസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ആ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺസ് ടു ബി പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് എമർജൻസി എക്യുപ്മെന്റ് ചെക്കിംഗ് മെഡിസിൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് വീണ്ടും പറയുന്നത്. ഇൻ കേസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ആ മെഷീൻസിന് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വ്യക്തികള് എവിടെയാണ് അവരുടെ ലൊക്കേഷൻ, അതനുസരിച്ച് അവരെ കൊണ്ടുവരണം. ആ എക്യുപ്മെന്റ്സ് മെയിൻറ്റെയിൻസ് ചെയ്യണം. അതേമാതിരി തന്നെ ഈ വ്യക്തികളുടെ ചിലപ്പോൾ മെഡിസിൻസിന്റെ ആവശ്യകതയുണ്ടാവും. ഇന്ന മെഡിസിൻ കൊടുക്കാൻ ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കും. അപ്പൊ ആ മെഡിസിൻ അപ്ഡേറ്റ് ആയിട്ട് എത്തേണ്ട ആവശ്യകതയുണ്ട്. അത് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞ മെഡിസിൻസ് ഒന്നും ആവാൻ പാടില്ല അല്ലെ. അപ്പൊ അതിന്റെ ആ കാലാവധിയൊക്കെ കണക്ട് ചെയ്ത് നല്ല ആവശ്യത്തിന് അനുസൃതമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എത്തിക്കാനായിട്ട് എന്താണ് ഓരോ പേഴ്സൺസിന് ചുമതല ഉണ്ടാവും. ഇന്ന വ്യക്തികൾക്കൊക്കെ ആയിരിക്കും അതുകൊണ്ട് എത്തിക്കുന്ന ഡോക്ടർ നിർദ്ദേശിക്കും. അതനുസരിച്ച് മെഡിസിൻസ് ഒക്കെ എത്തിക്കാൻ ഓരോ വ്യക്തികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരതനുസരിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇനി എന്താ പറയാ നെക്സ്റ്റ് മോഡ്യൂൾ ഇതുകളിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സ്പീഡൊക്കെ പോകുട്ടോ. അതായത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എനിവേ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമില്ലാതെ തന്നെ. എങ്കിലും ഇത്തിരി സ്പീഡൊക്കെ ചിലപ്പോൾ കൂട്ടിയിരിക്കേണ്ടതായിട്ട് വരുമ്പോഴും ഞാൻ എന്തായാലും 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞാലത് അവസാനിപ്പിക്കാറുള്ളൂ. ഇന്നിപ്പോ എനിക്ക് പുതിയ ചാപ്റ്റർ പഠിപ്പിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുമ്മ തന്നെ നിർത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിന് എന്താ പറയുക നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. വീട്ടിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ബൈ.